അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, എല്ലാ ഭവനരഹിതരെയും, വീടില്ലാത്തവരെ, വീട് വെക്കാൻ പറ്റാത്തവരെ, സ്ഥലമില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, സ്ഥലം തർക്കത്തിലും കേസിലും കിടക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞു മാറട്ടെ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കലഹങ്ങള്, ഭിന്നതകള്, വഴക്കുകള്, വൈരാഗ്യങ്ങള്, പരസ്പരമുള്ള സ്പർദ്ധകള്, ഇതുമൂലം ഹൃദയം ഭാരപ്പെട്ടിട്ട് പ്രാർത്ഥനയില്ലാത്തവര്, ഇങ്ങനെ വല്ലാതെ ഇപ്പോൾ വിവാഹ തകർച്ചയുള്ളവരുണ്ട്, വിവാഹ കേസിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവ് വിവാഹ തകർച്ചയുള്ളവരെ, പരസ്പരം ഭിന്നതകളുള്ളവർ, കർത്താവ് വഴക്കിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തൊരു കർത്താവ്, അവരെ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ, അങ്ങനെ വിശുദ്ധ മരത്തിൽ കിടക്കുന്ന ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ഉന്നതമായ ആഹ്വാനത്തിൽ കർത്താവ് അസമാധാനം കിടക്കുന്ന ഓരോ ഭവനങ്ങളും വേണ്ടി കർത്താവ് നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. നിന്റെ സമാധാനം മക്കളെ അനുഭവേദ്യമാക്കാൻ ഇടയാക്കണമേ. അമ്മേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ, സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. വിശ്വസിക്കുവിൻ ജനമേ, വസിച്ചിടുവിൻ എന്നിൽ. വിശ്വസിക്കുവിൻ ജനമേ, വസിച്ചിടുവിൻ എന്നിൽ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ, സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കണമെന്ന് പറയുന്നത് നമ്മൾ വാർത്തകളിൽ വായിക്കുന്നതാണ്. അവിടെ വേണ്ടത്ര ആൾക്കാരില്ലാത്ത കൊണ്ട് വിമാനം എത്തിക്കാൻ പറ്റണില്ല, ഭയങ്കരമായ ഭീമമായ ചിലവത്തോടെ അവരെ കൊണ്ടുവരാൻ പറ്റണില്ല. ഒരാളായാലും 9 ആളായാലും അനുഭവിക്കുന്ന വേദനകൾക്ക് വ്യത്യസ്തതയൊന്നുമില്ല. അതായത് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം മനുഷ്യന് ഇവിടെ അസാധ്യമാണ്. അപ്പോൾ തന്നെ മക്കൾ എന്താ വിചാരിക്കണത്? മനുഷ്യന് അസാധ്യമാണെന്ന് പറയുമ്പോൾ വിശ്വാസി അടുത്ത വചനം പറയണം. എന്താണ്? ദൈവത്തിനെല്ലാം സാധ്യമാണ്. അത് പറയണം. നീ എന്തെങ്കിലും തരത്തിൽ അസാധ്യം, ഇപ്പം തന്നെ അവിടെ ഇപ്പോൾ ഇറാഖിൽ ആൾക്കാർ കുടുങ്ങി കിടക്കണം, അവിടെ കാര്യങ്ങൾ തിരക്കാൻ ആരും ഇല്ലയെന്ന് നമ്മൾ കേൾക്കുന്നു. അങ്ങോട്ടേക്കാൻ വിമാനമില്ലെന്ന് പറയുന്നു, വിമാനത്തിൻ്റെ എണ്ണം കുറക്കാൻ പോകുന്നതൊക്കെ കേൾക്കുന്നു. വാർത്തകളാണ്, ശരിയാണെന്ന് നിർബന്ധമില്ല. പക്ഷേ എങ്കിലും ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകളിൽ ആൾ കുറവുള്ളത്, കൂടുതൽ ആൾക്കാരുള്ളിടത്ത് മാത്രമേ കെയർ കിട്ടുന്നുള്ളൂ. കുറഞ്ഞ മലയാളികളുള്ള സ്ഥലത്ത് കെയർ കിട്ടണില്ല. അത് സത്യമായ അവസ്ഥയാണ്. ആൾ കുറയും തോറും അറിയാമല്ലോ, ആൾ കുറയും തോറും ശ്രദ്ധയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരാരും നോക്കും? അതാണ് പ്രശ്നം. ജനാധിപത്യ വിഷയത്തിലായാലും എപ്പോഴും വരണത് എന്തുമാത്രം ആൾക്കാരുണ്ട് അത്രയും ശ്രദ്ധിക്കാൻ പറ്റും. മറ്റുള്ളവർ ആൾ കുറയും തോറും അവരെ അലയാൻ വിടും. അതല്ലേ, ആരും ഇല്ല അവർക്ക്. അതൊക്കെയാണ് ആരാധനയുടെ വിഷയമെന്ന് പറയണത്. കർത്താവ് എപ്പോഴും പറയുമ്പോൾ ഒന്നെന്ന് പറയവേ, കർത്താവിന് 9, 99, 1 എല്ലാം ഒരുപോലെയാണ്. മനുഷ്യനെ അങ്ങനെയല്ല. കർത്താവ് ഒരു ചില്ലിക്കാശ് പോയാൽ ഒരു ചില്ലിക്കാശ് പോയെന്ന് പറയും. അത് കണ്ടുകിട്ടുകളോ അന്വേഷിക്കോ. അതാണ് ഈശോ. നീ ഒരാളല്ലേ അവിടെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ തള്ളിക്കളയത്തില്ല. ദൈവത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ കുടുംബത്തിൽ ആൾ കുറഞ്ഞതിൻ്റെ പേരിലോ ആക്രമിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമ്മുടെ കൂടെ ആളില്ലാത്തതിൻ്റെ പേരിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന പൈശാചിക ആക്രമണം നേരിടുന്ന സ്ഥലങ്ങളുണ്ടാവും.
അതുപോലെ തന്നെ രാജ്യങ്ങളുള്ള കാരണം നമ്മൾ അവഗണിക്കപ്പെടുന്ന ആൾ കുറവാണെങ്കിൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. അങ്ങനെയുള്ള വേദനയാണ് നിനക്കുള്ളതെങ്കിൽ ഇപ്പോൾ ആരാധന സമർപ്പിക്കുക. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ അലയുന്ന എല്ലാ മക്കളെയും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർക്ക് സന്ധിപ്പ് നൽകണമേ. ഈ ആരാധന ശക്തിയാൽ സന്ധിപ്പ് നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗന പ്രാർത്ഥനയുടെ സമയമാണ് മക്കളെ. എന്തെങ്കിലും വേദന അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അച്ഛൻ പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കാൻ വിട്ടുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഞാൻ സാക്ഷ്യം പറഞ്ഞുള്ള അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മ തീർച്ചയായിട്ടും യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് കാനായിലെ കല്യാണത്തിൽ വെള്ളം അമ്മ ഈശോനോട് ആവശ്യപ്പെട്ടത്. അവർക്ക് വീഞ്ഞില്ലെന്ന്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് അമ്മയോട് പറഞ്ഞാൽ നിൻ്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അമ്മ അടയാളം കാണിക്കും, അമ്മ മാധ്യസ്ഥം വഹിക്കും. ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഇപ്പം ചില മക്കൾ ദുർനടപ്പുകാരുണ്ടാകും. ഇപ്പം കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ്സുകാർ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. ആനയ്ക്ക് വേണ്ടി കരയാൻ പോയവരും ആ സാഹചര്യം കണ്ടില്ല. മനുഷ്യന്മാരുടെ ഒരു രീതിയാണ് ഞാൻ പറയണത്. കൂടുതൽ ലൈക്ക് കിട്ടണത് എന്തിനാണ്, കൂടുതൽ ഷെയർ കിട്ടണത് എന്തിനാണെന്നാണ് ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. മൂല്യമെന്ന് പറയണത് അവനവൻ തന്നെയാണ്, ദൈവം. അല്ലാതെ അപ്പം അങ്ങനെ ഒരു അവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശ്വാസ ജാഗ്രതയുണ്ടാകണമെന്നാണ് ആരാധനയെ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വേദനിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പം മൗനമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സമാപന ആശീർവാദം സ്വീകരിക്കാം. 2 കരങ്ങളും ഉയർത്തി സ്വരമുയർത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് യേശുവിടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. എൻ്റെ പേര് സോഫിയ. ഞാൻ പെരുവയിൽ നിന്നാണ് വരുന്നത്.
ഞാൻ ആദ്യമായി വരുന്നത് ഫെബ്രുവരിയിൽ ഇവിടെ വന്നിരുന്നു എങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിന് അത്ര ഇതല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് പറ്റില്ലായിരിക്കും, അപ്പോൾ നീ പ്രാർത്ഥിച്ചിട്ട് വരിക. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായി ഉടമ്പടി എടുക്കാത്തതിൽ. ഞാൻ മാർച്ച് 7 വീണ്ടും വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യമായി വെച്ചത് എൻ്റെ മകൻ 10th അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ 10 ട്യൂഷന് വിട്ടു, എങ്കിലും ജസ്റ്റ് പാസ്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ മകന് നല്ല മാർക്ക് വേണം, അപ്പോൾ അത് അമ്മ സാധിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്ന് അപ്പോൾ ഞാൻ മോനെയും മോളെയും കൂട്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നീയും വരണം, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് യാതൊരു മെറിറ്റുമില്ല, അതുകൊണ്ട് നീ അത് പറഞ്ഞേ പറ്റുള്ളൂ, നീ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുമ്പോഴെല്ലാവരും വരാറുണ്ട്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവന് 80% മാർക്കോട് കൂടി അമ്മ അവന് നല്ല മാർക്ക് കൊടുത്ത് സഹായിച്ചു. എനിക്കധികം പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സാണ്, ജാക്കോബൈറ്റ് ഓർത്തഡോക്സാണ്. അപ്പോൾ പള്ളിയിൽ പോകും, ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കലാണ് കുമ്പസാരമുള്ളൂ, അതൊക്കെ ചെയ്തു പോരുന്നു. എങ്കിലും അധികം ആത്മീയമായി വളരുവാൻ എനിക്ക് സാധിച്ചില്ല. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സായാഹ്ന പ്രാർത്ഥനയിൽ ഞാൻ മക്കളെയും കൂട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്കും അതൊരു നല്ല അത് ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും എൻ്റെ മോനാണ് കൂടുതലും പറയുന്നത്, അമ്മ അവിടെ വേദന ഇവിടെ വേദന. അപ്പോൾ ഇന്ന് രാവിലെയും പറഞ്ഞു, അവൻ്റെ കയ്യിൽ എന്തോ കടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അത് തൈലം തൂത്ത് കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് 2 വർഷമായിട്ട് എൻ്റെ ഒരു കസിൻ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ വാങ്ങിച്ചു. പലിശയും കൊടുക്കുന്നില്ല, മുതലും ഇല്ല. അപ്പോൾ അത് 1 മാസം എന്ന് പറഞ്ഞാണ് ആൻറ്റി വാങ്ങിച്ചത്. എന്നിട്ട് പിന്നെ ആൻറ്റിക്ക് തരാൻ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവരുടെ വീട് പണിക്ക് വേണ്ടിയായിരുന്നു ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല, ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കത് വാങ്ങിത്തരണം. എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ നിൻ്റെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക എന്ന് പറയും. അപ്പോൾ ഞാനതിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഈ 11-ാം തീയതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ ചൊവ്വാഴ്ച പറ്റിയില്ലെങ്കിൽ ഞാൻ ബുധനാഴ്ച തന്നെ ആ ഉടമ്പടി ധ്യാനം കൂടും. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഫോൺ നോക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ആൻറ്റിയുടെ മോൻ ഓസ്ട്രേലിയയിലുണ്ട്. മൂത്ത മോന് വേണ്ടിയാണ് ആൻറ്റി വാങ്ങിച്ചത്, പക്ഷേ ഇളയ മോൻ തരത്തില്ല. മമ്മിക്ക് എന്തിനാണ് കൊടുത്തത്, ചേട്ടൻ മുഴുവൻ കുടിച്ച് നശിപ്പിച്ചതാണെന്നും പറഞ്ഞ് എനിക്ക് തരത്തില്ലായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു, മെസ്സേജ് അയച്ചു, എന്നിട്ടൊന്നും തരത്തില്ല. ഞാൻ തരത്തില്ല എന്ന് തന്നെ അവൻ പറഞ്ഞു. അപ്പോൾ കിട്ടത്തില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഉടമ്പടി ഉണ്ടല്ലോ, എനിക്ക് അമ്മ മാതാവ് അത് നേടിത്തരുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഇവിടെ കൃപാസനത്തിൽ അമ്മയ്ക്കൊരു മുറി എടുക്കണം എന്നുള്ളത്. അച്ഛൻ എൻ്റെ ധ്യാനത്തിലൊക്കെ ഇങ്ങനെ മുറിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാനായിട്ടൊരു പേടിയായിരുന്നു. അപ്പോൾ ഈ പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഞാൻ ഒരു മുറി എടുക്കും, അതിനുള്ള ഇത് ഞാൻ കൊടുക്കും എന്ന് ഞാൻ നേർന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ 12-ാം തീയതി ധ്യാനം കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു. ഞാൻ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു, ചേച്ചി മെസ്സേജ് കണ്ടോ എന്ന് ചോദിച്ചു. അക്കൗണ്ട് നമ്പർ എനിക്ക് ഡീറ്റെയിൽസ് ഇട്ടതാ, ഞാൻ ക്യാഷ് ഇട്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കരച്ചിൽ വന്നു എങ്കിലും ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞങ്ങളുടെ കുടുംബ സംഗമമായത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ അന്ന് സൺഡേ വരത്തില്ല, ഞാൻ മൺഡേ തന്നെ വന്ന് ഞാനിത് എനിക്ക് പറ്റിയാൽ എനിക്കിവിടെ ഇത് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും, അതല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് പോയിട്ട് അടുത്ത ഡിസംബറിലാണ് എൻ്റെ പുതുക്കൽ വരുന്നത്, അപ്പോൾ ഞാനിത് പറയും എന്ന് പറഞ്ഞു. എനിക്കെന്തായാലും ഇന്ന് വരുവാനും അതിൽ എനിക്ക് കൊടുത്തപ്പോഴേ തന്നെ ഒരു മാതാവിനെയും കിട്ടി. വളരെ സന്തോഷമായി. അതുപോലെ തന്നെ എൻ്റെ കാലിന് 2 ആംഗിളിലും നീരുണ്ടാവുമായിരുന്നു.
ഞാനൊരു നേഴ്സായിരുന്നു. ഞാൻ 26 വർഷം ജോലി ചെയ്തെങ്കിലും ഞാൻ ഈ 25 തൊട്ട് ജോലിയൊക്കെ നിർത്തിയിരിക്കുമായിരുന്നു. കാരണം സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസും ഈ കാലിൻ്റെ പ്രശ്നവും കാരണം പിന്നെ ഞാൻ ജോലി നിർത്തിയായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ മക്കൾ ചോദിക്കും, അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഈ ബോറടിക്കത്തില്ലേ? പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഈ ജോലിക്ക് പോകാനായിട്ട്. ഞാൻ ഒരു മരുന്നും ഞാൻ ചെയ്തില്ല. ഞാൻ വിശ്വാസത്തോടു കൂടി വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചു. ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് ഞാൻ ഉപ്പിനകത്ത് ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് അത് എനിക്ക് നല്ല വ്യത്യാസം വന്നു. അത് മാറും. എന്തായാലും ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ എൻ്റെ മക്കൾക്കും ആണെങ്കിലും അത് രാവിലെ പോകുമ്പോൾ ഞാൻ മോള് ഹോസ്റ്റലിലാണ്. മോന് ഞാൻ ഉപ്പും തേനും കൊടുത്താണ് വിടുന്നത്. ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തൈലവും തൂത്തു കൊടുക്കും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വീടുകൾ കയറി കൊടുക്കും. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കും. ഞാൻ അധികം വാങ്ങിക്കാറില്ല. ഇവിടുന്ന് കിട്ടുന്നത് കൂടാതെ എല്ലാ മാസവും ഞാൻ വരുന്നത് കൊണ്ട് ഓരോ ഇതും കൂടിയാണ് കൊടുക്കുക. ഹസ്ബൻഡ് അധികം സമ്മതിക്കത്തില്ല. പിന്നെ എനിക്ക് തോന്നി എനിക്ക് ആദ്യത്തെ മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് കുറച്ച് ഡിലേ ആയിരുന്നു അപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നന്നായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അമ്മ മാതാവിനെയും യേശുവപ്പയെയും സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു. എല്ലാവരും ഇവിടെ പറയും മഴവില്ല് കണ്ടു, മെഴുകുതിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴത്തോഴും എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തുണ്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ ബെഡിൻ്റെ അടുത്ത് വെച്ച് കിടക്കും. എന്നാലെങ്കിലും എൻ്റെ അടുത്ത് വരുമല്ലോ, എന്നോട് സംസാരിക്കുമല്ലോ എന്നോർത്തുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് മെയ് 15 ഉറക്കത്തിൽ ഒരു 2 മണി 1:30-2 മണി സമയമാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് യേശുവും ഇങ്ങനെ കാപ്പ അണിഞ്ഞ ഒരാളായിരുന്നു. യേശുവും 2 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരെന്നോട് പറയണം, നിന്നെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, വരാൻ പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട്. അപ്പോൾ അമ്മ മാതാവ് ഞാനൊരു വെള്ളമാണ് കാണുന്നത്, ഒരു പുഴ പോലെ. അതിൻ്റെ അപ്പുറയാണ് അമ്മ മാതാവ് ഇരിക്കുന്നുണ്ട്. എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഈ വാനമേഘങ്ങളിൽ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് അപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ അമ്മയ്ക്ക് യേശുവിനെയും മാതാവിനെയും കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഇനി അമ്മ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മക്കളോട് പറഞ്ഞാൽ എന്നെ കളിയാക്കും. എങ്കിലും എനിക്ക് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഇനിയും എല്ലാ മാസവും വരികയും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ മോന് കൊടുക്കുക, അവന് കിട്ടിയ മാർക്കിന് അമ്മ മാതാവിന് നന്ദി പറയും. അമ്മ മാതാവ് എനിക്ക് 80% CBSE 10th വാങ്ങിത്തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രമ്യ മേരി. ഞാൻ തൃശ്ശൂർ കൊടകര വല്ലപ്പാടി ദേവമാത ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിത് സെപ്റ്റംബർ 2022 സെപ്റ്റംബർ 14 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇത് 6ാമത്തെ പുതുക്കലാണ്. 3ാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചത്. ഇത് 3ാമത്തെ സാക്ഷിയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ചേച്ചിയാണിത്. ശാന്ത എന്ന പേര്. ഹൈന്ദവയാണ്. ആളുടെ ഒരു രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആൾക്ക് 2022 മുതൽ കയ്യിൽ ഒരു അലർജി വന്നിരുന്നു. അത് ചൊറിച്ചിലായിരുന്നു ആദ്യം. പിന്നെ അത് തടിച്ച് ഇങ്ങനെ വീർത്ത് കറുത്ത കളറിൽ വികൃതമായി കൈ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. പിന്നെ അത് കയ്യിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയായിരുന്നു. അതിനുശേഷം ചേച്ചി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കണ്ടപ്പോൾ പേടിയായി. പിന്നെ നെറ്റിയിൽ ഇത് വലിയൊരു മുഴ പോലെ വന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട്
വിശുദ്ധ തൈലം കുരിശടയാളമിട്ട് നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. പിന്നെ ഉപ്പ് വെള്ളത്തിലും ഭക്ഷണത്തിലൊക്കെ ഇട്ട് ഉപയോഗിച്ചിരുന്നു. ചേച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു പരിശുദ്ധ അമ്മ സഹായിക്കുന്നുള്ളത്. പക്ഷേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് എന്താണിത് അസുഖം എന്ന് കണ്ടുപിടിക്കാനോ ഇതിനെന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നറിയാനോ ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കുറേ ടെസ്റ്റുകൾ ചെയ്യും, കുറേ ബ്ലഡ് ടെസ്റ്റ്, കുറേ സ്കാൻ, അത് അങ്ങനെ എല്ലാ രീതിയിലും ചെയ്തിട്ടും അവർക്ക് ഇതെന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഇത് കേൾക്കുമ്പോഴുള്ള മാനസിക വിഷമത്തിൽ ചേച്ചി ആകെ ഡൗണായി. ചേച്ചിയും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ, മോൻ പുറത്താണ്. അപ്പോൾ ആരും സഹായത്തിനില്ലാണ്ടും ഒരു സപ്പോർട്ടില്ലാണ്ടും ഈ രോഗാവസ്ഥ കൂടിക്കൂടി വരുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് ആളാകെ ക്ഷീണിച്ചു. എന്നുവെച്ചാൽ ഒരു ഇപ്പോൾ 60 വയസ്സുള്ള ആൾ 90 വയസ്സുള്ളൊരു വൃദ്ധയായ അമ്മമ്മ എങ്ങനെ വയ്യാണ്ട് ഒരു ബെഡിൽ എന്താ പറയുക ശോഷിച്ച് കിടക്കും, അതേ ഒരു അവസ്ഥയിലെത്തി. അത്രയും ശോഷിച്ചു. 52 കിലോ ഉണ്ടായ ആൾ 35 കിലോയിലേക്ക് മാറി. 17 കിലോയോളം വെയിറ്റ് ലോസ് വന്നു. അപ്പോഴൊക്കെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, പക്ഷെ ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാനോ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്താനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോഴും ഞാൻ ഓഫീസിൽ നിന്ന് സ്ഥിരമായിട്ട് എനിക്ക് ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ ചേച്ചിയുടെ വീട് അടുത്താണ്, അവിടെ പോയിട്ട് ചേച്ചിക്ക് നെറ്റിയിൽ വിശുദ്ധ തൈലമിട്ട് കുരിശടയാളമിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നാവിലും ഒരു തുള്ളി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്നും പോരും. അങ്ങനെ ഇട്ടിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിയുടെ അനിയത്തി വീട്ടിൽ വന്നപ്പോൾ അനിയത്തി ചോദിച്ചു, എടി നിൻ്റെ നെറ്റിയിലുണ്ടായ മുഴ എന്തേ അതിപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്നും ഈ തൈലം ഇട്ട് പ്രാർത്ഥിച്ച് ആ നെറ്റിയിലുണ്ടായിരുന്ന വലിയൊരു മുഴ തന്നെ അപ്രത്യക്ഷിതമായി. പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ തന്നെ ചേച്ചിക്ക് അത് വലിയൊരു വിശ്വാസമായിരുന്നു. വീക്കായി കിടന്ന ആൾക്ക് ഒരു എനർജി കിട്ടിയൊരു അനുഭവമായിരുന്നു അത്. അതിൽ നിന്ന് പിന്നെ അങ്ങനെ പയ്യെ ആൾ ഉറച്ചു വിശ്വസിച്ചു. ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിനോ ഒന്നുമല്ല, എൻ്റെ അസുഖം മാറ്റാൻ എന്നെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സാധിക്കുന്ന ഉറച്ച വിശ്വാസത്തിൽ ചേച്ചി സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒട്ടും വിശ്വാസം കുറവില്ലാതെ പറ്റാവുന്ന എല്ലാവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആരൊക്കെ കാണാൻ വന്നാലും അമ്മയെക്കുറിച്ച് പറഞ്ഞും ജീവിതത്തിൽ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിച്ചും പിന്നെ ഞാൻ പത്രം വാങ്ങിക്കുമ്പോഴാണെങ്കിലും ചേച്ചി അത് കൊടുക്കാമെന്ന് പറഞ്ഞ് സാധിക്കുന്ന അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാനും അങ്ങനെ പ്രാർത്ഥന. പിന്നെ അച്ഛൻ്റെ രാവിലത്തെ 5:30 പ്രാർത്ഥനയിൽ ആൾ സ്ഥിരമായിട്ട് കൂടാനും ഒക്കെ തുടങ്ങി. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. കഴിഞ്ഞ വർഷം 2024 നവംബർ ആയപ്പോഴത്തേക്കും ആളുടെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി. അതിനുശേഷം ഇന്ന് വരെ അതിൻ്റെ ഇടയിലൊന്നും മരുന്ന് ആൾ ഉപേക്ഷിച്ചു. ആൾ പറഞ്ഞു ഇനി മരുന്ന് കൊണ്ടൊന്നും കാര്യമില്ല, മരുന്നൊന്നും കഴിച്ചിട്ട് എനിക്ക് മാറ്റം വരുന്നില്ല, പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പാണ് എൻ്റെ ഇനിയുള്ള മരുന്നെന്ന് പറഞ്ഞിട്ട് ആൾ അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് പിന്നീടുള്ള ജീവിതം. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല, ഒരു മരുന്നുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഡോക്ടേഴ്സിനെ കാണാനും പോവാറില്ല. ഇപ്പോഴും തൈലവും ഉപ്പും ഉപയോഗിച്ച് തന്നെ പൂർവ്വസ്ഥിതിയിൽ എങ്ങനെയായിരുന്നോ ചേച്ചി ആദ്യം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ അതേ സ്ഥിതിയിൽ തിരിച്ച് 54 കിലോ ആയിട്ടാണ് ഇപ്പോൾ തിരിച്ച് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ വലിയൊരു അനുഗ്രഹമാണ്. ജീവൻ കിട്ടുമെന്ന് വരെ ചിലർ കാണുമ്പോൾ പറയും, കർത്താവേ ഇത് എന്തൊരവസ്ഥയാണ്, ഇത് ആകെ അവശതയായല്ലോ, ഇത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് വരെ ചിന്തിച്ച അവസരം, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ചേച്ചിയുടെ കിടപ്പ്. പക്ഷേ പരിശുദ്ധ അമ്മ അതിൽ നിന്നെല്ലാം ഈശോയുടെ തിരുരക്തത്തിൽ നിന്നൊഴുകുന്ന രക്തത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ചേച്ചിയെ പുതിയൊരു ജീവൻ നൽകി, പുതിയ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചു. അതിന് നന്ദിയായിട്ട് ചേച്ചിയും കുടുംബവും കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞിരുന്നു. അപ്പോൾ ചേച്ചി ഒരു കാര്യം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇനി വരുമ്പോൾ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ചേച്ചി പോയത്. ഇനി ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്ത് ഒരു മകനേ ഉള്ളൂ, മകന് വേണ്ടി ഒരു വിവാഹവും പിന്നെ ഒരു വീടുമാണ് ഇനിയുള്ള ആഗ്രഹം. അമ്മ അത് സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു പോയി. 3 മാസം ഡിസംബറിലാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ 2024 ഡിസംബറിൽ 3 മാസത്തിനുള്ളിൽ ഒരു നല്ലൊരു വീട് പരിശുദ്ധ അമ്മ ഇവർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു. 1350 സ്ക്വയർ ഫീറ്റുള്ള 2 നില വീടാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് നൽകിയത്. വർഷങ്ങളായിട്ട് കനാൽപ്പുറത്ത് പുറമ്പോക്കിലാണ് ഇവർ ജീവിച്ചിരുന്നത്. അതിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഇത്രയും വലിയ സൗകര്യങ്ങളോടുകൂടിയ ഏറ്റവും നല്ലൊരു വീട് പരിശുദ്ധ അമ്മ ആരോഗ്യവും സമ്പത്തും എല്ലാം ഒരേപോലെ നൽകി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അനുഗ്രഹിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ചേച്ചിക്ക് ഞാൻ മൈക്ക് കൊടുക്കാൻ ചേച്ചി നന്ദി പറയുന്നതായിരിക്കും.
പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കിതിൽ കൂടുതൽ സംസാരിക്കാനില്ല. എൻ്റെ മോളെല്ലാ കാര്യവും പറഞ്ഞു. എനിക്ക് മോളില്ലാത്തത് കൊണ്ട് എൻ്റെ മോളുടെ സ്ഥാനത്ത് കാണുന്ന കുട്ടിയാണിത്. ചേച്ചിയുടെ ഒരു അസുഖം വന്ന സമയത്തുള്ളൊരു ഫോട്ടോയാണിത്. ആകെ അവശേഷിച്ച് ഇങ്ങനെ എന്തോ പോലെയായി, ശരീരം മുഴുവൻ ചൊട്ടി, തലയിൽ മുടിയൊക്കെ പോയി, എല്ലൊക്കെ പൊങ്ങി, വല്ലാതൊരവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഈശോ ഞങ്ങൾക്ക് പഴയ ചേച്ചിനെ തന്നെ തിരിച്ചു തന്നു. അതുപോലെ വീട് നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും വീട് ഇതാണ്. എല്ലാ പ്രാവശ്യവും പത്രം വാങ്ങിയിട്ട് ഹോസ്പിറ്റലുകളിൽ, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന പരിസരങ്ങളിലുള്ള വീടുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ 3 കെട്ട് പത്രമൊക്കെ വാങ്ങി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. എല്ലാവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എനിക്കും എൻ്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയെയും ഈശോയെയും പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. പിന്നെ രോഗി സന്ദർശനം നടത്താറുണ്ട്. 18 വർഷത്തിൽ മേലെയായിട്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് കിടപ്പിലായ ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ആ ചേട്ടനെ എന്നും കാണാറുണ്ട്. അവരുടെ കൂടെ ആയിരിക്കാറുണ്ട്. അവർക്ക് സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ. പിന്നെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴിയായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സാക്ഷ്യം പങ്കുവയ്ക്കാൻ സാധിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കാറുണ്ട്. അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരുടെ നിയമങ്ങളെല്ലാം സാധിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു.